വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ലോഗാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതെന്ന് പറയുന്നത് ഞായറാഴ്ച. അപ്പോൾ നാളെ നമുക്ക് സ്കൂളിൽ അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച എനിക്ക് ഹിന്ദീൻ്റെ എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഫിസിക്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫിസിക്സ് ഇരുന്ന് പഠിക്കാമെന്ന്. അപ്പോൾ രാവിലെ തന്നെ പതിവില്ലാതെ ചായയൊക്കെ കുടിച്ചിട്ടാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ കുറച്ച് ചിപ്സും കടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ കുടിക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു സംഭവമായിരുന്നു. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മുട്ടക്കറിയും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇന്നലെ സ്കൂൾ വിട്ടാൻ കഴിഞ്ഞിട്ട് ബുക്കൊന്നും ബാഗിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എടുത്ത് വെക്കാമെന്ന്. അങ്ങനെ അധികം ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല. മെയിനായിട്ടുള്ള കാര്യം ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ സ്റ്റഡി ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം നമുക്ക് 2 സബ്ജക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സബ്ജക്റ്റിന് എക്സാം ഉണ്ടാവും. അപ്പോൾ ഇന്നലെ നമുക്ക് കെമിസ്ട്രി ആയിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. 2 ചാപ്റ്റേഴ്സ്, റിഡോക്സ് റിയാക്ഷനും ഇക്വിലിബ്രിയം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഴുതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ക്യാമ്പ് ടെസ്റ്റ് 3 ആയിരുന്നു. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് 2 ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ പഠിക്കാൻ എടുത്തിട്ടുള്ളത് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് എക്സാമിനുള്ളത് ഈ ഒരു ചാപ്റ്ററും പിന്നെ റൊട്ടേഷൻ മോഷൻ ആ ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെ ഫസ്റ്റ് അങ്ങ് പഠിച്ച് തീർത്തേക്കാമെന്ന്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റിലേറ്റീവ്സ് വന്നത്. പിന്നെ ഞാനത് നിർത്തി പിന്നെ പഠിക്കാനുള്ള മോഡൊക്കെ പോയി. പിന്നെ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം എപ്പോഴാണ് ഞാൻ പിന്നെയും പഠിക്കാനിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ വന്നപ്പോഴത്തേക്കും കുറച്ച് സ്നാക്സും അത് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്ന ഒരു മാഗി മസാലേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് ക്ലാസ്സാണെന്ന് വെച്ചു. പിന്നെ ഫിസിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പ്രത്യേകിച്ച് എൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് കണ്ടവർക്ക് നന്നായിട്ട് അറിയായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഫിസിക്സിന് കുറച്ചും കൂടെ കൂടുതൽ ടൈം കൊടുത്തിട്ട് കുറച്ച് കൂടുതൽ പഠിക്കണം എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബുധനാഴ്ചത്തെ എക്സാമിന് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ക്ലാസ് കാണുമ്പോൾ തന്നെ നോട്ടൊന്നും എഴുതുന്നില്ല. മെയിനായിട്ടുള്ള കാര്യം എൻ്റെ അടുത്ത് സൈലത്തിൻ്റെ ഗൈഡ് ഉള്ളതുകൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം എല്ലാ ഡെറിവേഷൻസും പിന്നെ നോട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഫസ്റ്റ് അത് ഒന്ന് റിഫർ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ PYQ പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ റിലേറ്റീവ്സ് കൊണ്ടുവന്ന കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ട് ഞാൻ ഒരു സംഭവം ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബിസ്ക്കറ്റ് എല്ലാം പൊടിച്ചിട്ട് ഒരു ജാറയിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിനുള്ളൊരു 2-3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അത് പൊടിച്ചെടുത്തിട്ട് വന്നു. എന്നിട്ട് ഒരു ചെറിയൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ഒരു 1/4 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പാലുണ്ടല്ലോ അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ പരുവത്തിൽ എടുക്കുക. എന്നിട്ട് അവസാനമായിട്ട് നമ്മുടെ ബേക്കിംഗ് പൗഡർ ഉണ്ടല്ലോ അതും ഇടുക, ഒരു 1/2 സ്പൂൺ ഇടുക. ഞാൻ ഇട്ടപ്പോൾ കുറച്ച് കൂടി പോയി. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന്. അതേ ഗൈസ്, ഞാനൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. സക്സസോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിലാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് എടുത്ത് വെച്ചിട്ട് അത്യാവശ്യം ടെമ്പറേച്ചർ നല്ല കുറച്ച് വെച്ചിട്ട് ടൈം കൂട്ടി വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. മെയിനായിട്ടുള്ള കാര്യം എയർ ഫ്രയറിൽ വെച്ച് കഴിഞ്ഞാൽ മേലെ നല്ല വെന്ത് അത്യാവശ്യം മരം പോലെ ഇരിക്കും, അടിയിൽ വേവത്തുമില്ല. അതുകൊണ്ട് ഞാൻ ടെമ്പറേച്ചർ അത്യാവശ്യം കുറച്ച് വെച്ചിട്ട് സ്ലോ കുക്ക് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളത് ബേക്ക് ചെയ്തെടുത്തു. പിന്നെ അതിൽ 2-3 ഓട്ട കാണുന്ന ഞാനൊരു 5-6 പ്രാവശ്യം അത് തുറന്നു നോക്കി വെന്താന്ന് അറിയാൻ വേണ്ടി കുത്തി നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്ത് കുത്തി നോക്കിയപ്പോൾ ഒന്നും ആ ഒരു സ്റ്റിക്കിലായിട്ടില്ല. അപ്പോൾ അതിനർത്ഥം അത് വെന്തു എന്നാണ്. എന്നിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് അത് മറിച്ചിട്ടിട്ട് ഈ ഒരു ഗണാഷ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, മറ്റേ ബിസ്ക്കറ്റിന് 2-3 എടുത്തിട്ട് പിന്നെ കുറച്ച് ക്രീമും കുറച്ച് പാലും കൂടെ എടുത്തിട്ട് ഞാൻ ഒരു കൊക്കോ പൗഡർ ഇട്ടിട്ട് അടിച്ചെടുത്ത ഒരു സാധനമാണ്. എന്നിട്ട് അതിൻ്റെ മേലേക്കട ഒഴിച്ചിട്ട് ഒരു ഗണേഷ് പോലെ ആക്കിയിട്ട് ഞാൻ അതെന്ത് ചെയ്തു, പീസാക്കി മുറിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. എന്നിട്ട് പിന്നെ കുളിച്ചിട്ട് പിന്നെ അതെടുത്തപ്പോഴത്തേക്കും നല്ലൊരു ഐസ്ക്രീം കേക്ക് എന്നൊക്കെ പറയാം, അതേപോലെ ആയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് കഴിച്ചുകൊണ്ട് യൂട്യൂബും കണ്ടുകൊണ്ടിരുന്നു. ഇത് നമ്മുടെ 2ാമത്തെ ദിവസമാണ്. ഇന്ന് തിങ്കളാഴ്ച. ഇന്ന് നമുക്ക് സ്കൂളിലാണ്. മെയിനായിട്ടുള്ള കാര്യം ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ എണീറ്റ പാടെ തന്നെ ഹിന്ദി പഠിക്കാൻ വേണ്ടിയാണ് ഇരുന്നത്. അപ്പോൾ നാളെയാണ് നമുക്ക് ഹിന്ദീൻ്റെ എക്സാം ഉള്ളത്. അപ്പോൾ ഹിന്ദിയിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റും പിന്നെ സെക്കൻഡ് യൂണിറ്റിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദോഹയാണ് പഠിക്കാനുള്ള ടോട്ടൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സൈലത്തിലത്തെ ബാബു സാറിൻ്റെ ക്ലാസ് കണ്ടിട്ട് എല്ലാം ഒരു സമ്മറിയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് പിന്നെ കാണാപ്പാടം പഠിക്കുന്ന സംഭവം ഉണ്ടല്ലോ അതൊക്കെ പഠിക്കാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഹിന്ദിക്ക് ഗൈഡ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു HSSലായി പോയിട്ട് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഹിന്ദീൻ്റെ നോട്ട്സ് നോക്കുന്നത്. നോക്കിയപ്പോഴത്തേക്കും ആണെങ്കിൽ എല്ലാ നോട്ട്സും ഉണ്ട്, ഈ റിവിഷൻ നോട്ട്, ഷോർട്ട് നോട്ട്സ്, പിന്നെ PYQ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദി അത്യാവശ്യം ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഹിന്ദിക്ക് വലിയ നോട്ട്സോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ HSSലായി പോയി ഡൗൺലോഡ് ചെയ്യുക. എല്ലാ നോട്ട്സും ഉണ്ട്.
പിന്നെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു ഗൈസ്. ഞാനൊരു ക്യാരമൽ പുഡിംഗ് കേക്ക് ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ എല്ലാവരും പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നത് മുട്ട വെച്ചിട്ടാണ്, പക്ഷേ ഇവിടെ മുട്ട ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അതും പാലും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കുറുക്കി എടുത്തു. പിന്നെ ക്യാരമൽ ഞാൻ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മേലോട്ട് ഇത് ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്തെടുത്ത് മറിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്കും അടിപൊളിയായിട്ട് ജെല്ലി ഒരു സ്ട്രക്ചറിൽ കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് അത് ഞാൻ കഴിച്ചു, നല്ല ആസ്വദിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിലോട്ട് അഡിക്റ്റഡ് ആയിപ്പോയി. പിന്നെ എനിക്കത് പിന്നെ ഉണ്ടാക്കാനുള്ള ത്വര വന്നു. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പഞ്ചസാര തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം വേണ്ട വിചാരിച്ചു. പിന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചപ്പോൾ ബെല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ടുണ്ടാക്കാമെന്ന്. പിന്നെ അടുക്കളയിൽ പോയി നോക്കിയപ്പോഴാണെങ്കിൽ അമ്മ അതാ പായസം ഉണ്ടാക്കാൻ വേണ്ടി ബെല്ലം ഒരുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ പണി കുറഞ്ഞ് കിട്ടി. അപ്പോൾ ഞാൻ ആ ബെല്ലം ഇട്ട് കസ്റ്റാർഡ് പൗഡറും പാലും ഇട്ട് പിന്നെ കുറുക്കി എടുത്തിട്ട് ഈ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ ഉണ്ടാക്കി. എന്നിട്ട് ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു ബോക്സിൽ എടുത്ത് വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ട് അതെടുത്തു. എന്നിട്ട് ഞാനത് കട്ട് ചെയ്ത് സ്ക്വയർ കുഞ്ഞു സ്ക്വയർ പോലെ ആക്കിയിട്ട് സ്കൂളിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കുറച്ച് നേരം ഹിന്ദീൻ്റെ ക്ലാസ്സൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു മുഖത്തൊരു പാക്കൊക്കെ ഇടാമെന്ന്. ഞാനിപ്പോൾ എടുത്തേക്കുന്നതെന്ന് പറയുന്നത് ഓട്സ് ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് പൊടിച്ചെടുത്ത് വേറെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് പാക്ക് പോലെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ തലക്കടി ഇട്ടേക്കുന്നതെന്ന് പറയുന്നത് ഹെയർ ബൺ ഉണ്ടല്ലോ, അതാണ്. അത് ഞാൻ കുറേ ഇട്ടിട്ട് ലൂസായി. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ എലാസ്റ്റിക് പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തലക്കടി ഇങ്ങനെ ഇടാം, അപ്പോൾ മുടി ഇങ്ങോട്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഫേസ് മാസ്കൊക്കെ ഇട്ട് ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് കഴുകി കളഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അമ്മ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അരിപ്പായസമായിരുന്നു. അപ്പോൾ അതും കുടിച്ച് ഞാൻ പിന്നെ തല കഴുകിയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പഠിക്കാൻ വേണ്ടിയിരുന്നു. പിന്നെ പഠിക്കുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ഞാൻ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഐസ് മെൽറ്റ് ആവുന്നവരെ പഠിക്കുക എന്നുള്ളൊരു ട്രെൻഡ്. അത് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാനൊരു ബൗളിലാക്കി വെച്ചു. അപ്പോൾ അത് മെൽറ്റ് ആവുന്നവരെ പഠിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറയുന്നത് HSS ലൈവിൽ നിന്ന് കുറച്ച് നോട്ട്സ് ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്നും കുറച്ചെടുത്ത് വായിക്കാമെന്ന്. അങ്ങനെ നമ്മൾ ആ നോട്ടൊക്കെ അത്യാവശ്യം വായിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാമെന്ന്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ പോയിട്ട് സൈലത്തിലത്തെ വീഡിയോ തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി വെച്ചു. പിന്നെ നോക്കിയപ്പോഴാണെങ്കിൽ അത് വലുതായിട്ട് മെൽറ്റ് ആവുന്നില്ല ഗൈസ്. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ നേരം ഇരുന്നാലാണ് അതൊന്ന് മെൽറ്റായി തീരുള്ളൂ. അപ്പോഴത്തേക്കും എൻ്റെ മൂഡ് പോയി. പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ എനിക്ക് പഠിക്കാമെന്ന്. അങ്ങനെ ഞാൻ രാവിലെ ഒരു 3 മണിക്കൊക്കെ അലാറം വെച്ച് രാവിലെ എണീക്കാനുള്ള പ്ലാനിലൊക്കെ ഇട്ട് ഞാൻ കിടന്നുറങ്ങി. ബട്ട് നമ്മൾ എണീറ്റില്ല ഗൈസ്, സ്വാഭാവികം. അപ്പോൾ നമ്മൾ അങ്ങനെ രാവിലെ എണീറ്റ് തിരക്കൂട്ടി സ്കൂളിൽ പോയി. സ്കൂളിൽ നമ്മളൊരു 8:30 ആകുമ്പോഴത്തേക്ക് എത്തും. 8:30 അവിടെ എത്തി ക്ലാസ് തുടങ്ങി. ഒരു 11 മണിക്ക് ആകുമ്പോഴാണ് നമുക്ക് എക്സാം ഇടുക. അപ്പോൾ ഒരു 2.5 മണിക്കൂർ അവിടെ എത്തിയിട്ടാണ് നമുക്ക് വായിക്കാനുള്ള സമയം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അവിടെ എത്തി അത്യാവശ്യം വായിച്ചൊക്കെ നോക്കി എക്സാമിന് പോയി. പിന്നെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം പ്രതീക്ഷിച്ചതിനെക്കാട്ടും കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് 3 പാർട്ടായിട്ടായിരുന്നു ABC. അപ്പോൾ എനിക്ക് C ആയിരുന്നു. Cയിൽ അത്യാവശ്യം 1 വേർഡ് ആണെങ്കിലും ഒക്കെ ഈസി ആയിരുന്നു. പിന്നെ അതിലാണെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. ബാക്കിയുള്ള പാർട്ടിലൊന്നും അതില്ല. ബട്ട് എൻ്റെ മണ്ടത്തരം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ മാച്ച് ദ ഫോളോയിങ് ചെറുതായിട്ടൊന്ന് തെറ്റിച്ചു. അത് ഭയങ്കര ഈസി ആയിരുന്നു, ബട്ട് തെറ്റിച്ചു. അപ്പോൾ അതിൽ മാർക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയോളത്തെ ഒരു ചെറിയൊരു കുഞ്ഞ് വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയോളത്തോടെ ഓക്കെ, ബൈ.